അപ്പോൾ രണ്ടാമത്തെ മകനും അവനെ കൊണ്ട് ഞാൻ തോറ്റു. സ്കൂൾ ബസ് വീടിൻ്റെ ഉമ്മറത്ത് എത്തിയാൽ പോലും അവൻ ഉണരുകയില്ല. വീട്ടിലൊരു കാര്യത്തിലും ശ്രദ്ധയില്ല. നാട്ടിലും സ്കൂളിലും അവനെക്കുറിച്ച് പരാതികളാണ്. അവനെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പോൾ പറഞ്ഞു കൊടുത്തു, കാലമാണ് തീരുമാനിക്കുന്നത് ആരെ കൊണ്ട് ജയിച്ചുവെന്നും തോറ്റുവെന്നും. കാരണം അമ്മ പറയുകയായിരുന്നു, തൻ്റെ മകൻ്റെ ഒന്നാമത്തെ മകൻ്റെ തൻ്റെ മൂത്ത മകന് ഒരു IAS കാരനാകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവൻ പഠിച്ച് IAS ഒക്കെ നേടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സന്ധ്യയാകുമ്പോൾ, ഒരു 9 മണിയാകുമ്പോൾ ഒരു പക്ഷെ അമ്മയെ വിളിക്കുമായിരിക്കും എല്ലാ ദിവസവും. കാരണം ജോലി സംബന്ധമായി അവൻ മറ്റു ദേശങ്ങളിലായിരിക്കും. അമ്മ ഭക്ഷണം കഴിച്ചു, അമ്മയ്ക്ക് സുഖമാണോ, അല്ലെങ്കിൽ അമ്മ ഇന്ന് എങ്ങനെയായിരുന്നുവൊക്കെ എന്ന് ചോദിച്ച് 5-10 മിനിറ്റ് അമ്മയുമായിട്ട് സംസാരിക്കും. അങ്ങനെ അവൻ കൃത്യനിഷ്ഠതയോടുകൂടി ജീവിതം നയിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവൻ ഫോൺ കട്ട് ചെയ്യും. അമ്മ തോറ്റു എന്ന് പറയുന്ന, കളയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന ആ ഇളയ മകനായിരിക്കും ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെ കൂട്ടായി ഉണ്ടാകുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോകുവാനും തനിക്ക് കൃത്യമായി മരുന്നെടുത്ത് കൊടുക്കുവാനും കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു വടിയായി കൂടി പിടിച്ച് നടത്തുവാനും കാലുകൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ എടുത്തതിന് ബാത്റൂമിൽ കൊണ്ടുപോകാനും ഒക്കെ ഇങ്ങനെ തോറ്റുവെന്ന് പറഞ്ഞു പോയ ഈ മകനായിരിക്കും കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആരെക്കൊണ്ട് ജയിച്ചു ആരെക്കൊണ്ട് തോറ്റുവെന്ന് തീരുമാനിക്കുന്നത് കാലമാണ്. ക്രിസ്തുനാഥൻ തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരുകളിലും കളകളുണ്ടായിരുന്നില്ലേ? തള്ളിപ്പറയുന്നവൻ, ഒറ്റിക്കൊടുത്തവൻ, ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ ഓടി ഒളിച്ചവര്, ക്രിസ്തുവിന്റെ ഉയർപ്പില് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ അവനെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കളകൾ. എന്നിട്ടും ക്രിസ്തുനാഥൻ അവരെയെല്ലാം ചേർത്ത് നിർത്തി തൻ്റെ ഒപ്പം വളർത്തുവാനായിട്ട് പരിശ്രമിച്ചില്ലേ? നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരിക്കൽ മേടയിലേക്ക് ഇങ്ങനെ കാണുവാനായിട്ട് ഒരു അമ്മ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് 1 വർഷമേ ആയിട്ടുള്ളൂ ഇവർ കയറി വരുന്നത്. 60 വയസ്സുള്ളൊരു അമ്മ ആ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. എന്നാലും ഈ അമ്മയെ വഹിക്കാതെ ഈ ദമ്പതികൾ 1 വർഷമായി ഇവർ മുറിയിലേക്ക് കയറി വരികയാണ്, ഓഫീസിലേക്ക്. എന്നിട്ട് അവരോട് വന്നതിൻ്റെ ആവശ്യം പറയുകയാണ്, ഡിവോഴ്സിന് വേണ്ടിയാണ്. എന്നിട്ട് ഭാര്യ ഭർത്താവിൻ്റെ കുറവുകൾ ഇങ്ങനെ ഓരോന്നായി പറയുവാനായിട്ട് തുടങ്ങി. എന്നോട് സ്നേഹമില്ല, എൻ്റെ ഒരു കാര്യത്തിലും എന്നെ ശ്രദ്ധിക്കാറില്ല, ഞാൻ വീട്ടിൽ പോകുവാൻ ആഗ്രഹിച്ചിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാറില്ല, എന്നെ ഒരു വിനോദത്തിന് കൊണ്ടുപോകാറില്ല. അങ്ങനെ ഓരോ നീണ്ട നിരയുടെ കുറവുകളാണ് ഈ ഭാര്യ പറയുന്നത്. ഭാര്യ പറഞ്ഞു നിർത്തുന്നിടത്ത് ഭർത്താവ് തുടങ്ങുകയാണ്, ഇവൾക്കൊരു ഉത്തരവാദിത്തമില്ല, എപ്പോഴും ദേഷ്യമാണ്, എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കാറില്ല, ഇവൾക്ക് എപ്പോഴും അവളുടെ വീട്ടിൽ പോകണം, അവളുടെ മാതാപിതാക്കളോട് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവ് ഇങ്ങനെ നീണ്ട നിരകൾ നിരത്തി വെക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം പുറത്തേക്ക് നിൽക്കുവാനായിട്ട് പറയുകയാണ്. അപ്പോൾ അച്ഛനെ കാണുന്ന ഈ അമ്മ മാത്രമായി ആ ഓഫീസിൽ. ഈ അമ്മ പറഞ്ഞു നിർത്തിയ കാര്യം അവിടെ നിർത്തിയിട്ട് മറ്റൊരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. ഞാൻ വിവാഹം കഴിച്ച് ഈ നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു മുഴുവൻ മദ്യപാനിയായിരുന്നു, കുടിയനായിരുന്നു. എല്ലാ രാത്രികളിലും മദ്യപിച്ചാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഏതാണ്ട് 7 വർഷത്തോളം ഞാൻ ഈ മദ്യപാനം സഹിക്കേണ്ടി വന്നു. ഈ 7 വർഷത്തിനുള്ളിൽ എനിക്ക് 2 മക്കളായി. ഈ 2 മക്കളെയും തീറ്റിപ്പോറ്റുവാനായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ മറ്റു വീട്ടുകളിൽ ജോലിക്ക് പോകേണ്ട അവസ്ഥകൾ വന്നു. പല രാത്രികളും ഞാൻ കണ്ണീരോടുകൂടിയാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയത്.